യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആദ്യത്തെ 2 വീഡിയോകളിൽ എന്താണ് ക്രിസ്മസ് റീത്ത് അഥവാ അഡ്വെന്റ് റീത്ത് എന്നുള്ളത് പറഞ്ഞു. അതിന് പിന്നിലെ ചരിത്രവും പറഞ്ഞു. ഇന്നത്തെ വീഡിയോയിൽ ക്രിസ്തുമതം എങ്ങനെയാണ് ഈ ഒരു ആശയത്തെ സ്വീകരിച്ചത് എന്നാണ് പറയുന്നത്. പ്രാദേശികമായി മാത്രം നിലനിന്നിരുന്ന ഈ ആചാരങ്ങളെ ക്രിസ്തുമതം സ്വീകരിക്കുകയും അവയ്ക്ക് ക്രിസ്തീയമായ അർത്ഥങ്ങൾ നൽകുകയും ചെയ്തു. വൃത്താകൃതി ദൈവത്തിന്റെ നിത്യതയെയും ക്രിസ്തുവിലൂടെ ലഭിക്കുന്ന നിത്യജീവൻ എന്നും പുനർവ്യാഖ്യാനം ചെയ്തു. ഇന്ന് നാം കാണുന്ന അഡ്വെന്റ് റീത്തിന്റെ രൂപകൽപ്പനയ്ക്കും അതിന് പിന്നിലെ ആചാരങ്ങൾക്കും പിന്നിലെ വ്യക്തി എന്ന് പറയുന്നത് ജർമ്മനിയിലെ ജോഹാൻ ഹെൻറിക് വിച്ചേൻ. അദ്ദേഹം ഒരു വിദ്യാഭ്യാസ പ്രവർത്തകനും ഒരു ലൂതറൻ പാതിരിയുമായിരുന്നു. ഹാംബർഗിൽ അദ്ദേഹം റൂഹസ് എന്ന പേരിൽ പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി ഒരു മിഷൻ സ്കൂൾ നടത്തിയിരുന്നു. ക്രിസ്മസിന് മുൻപുള്ള ആഴ്ചകളിൽ ക്രിസ്മസ് എത്തുന്നതിന് എത്ര ദിവസം ബാക്കിയുണ്ടെന്ന് കുട്ടികൾക്ക് കൃത്യമായി അറിയാൻ കഴിയുമായിരുന്നില്ല. അവരുടെ ആകാംക്ഷയ്ക്കും ചോദ്യങ്ങൾക്കും വിച്ചേൻ ഒരു പരിഹാരം കണ്ടെത്തി. അങ്ങനെ 1839 ഒരു പഴയ മരത്തിന്റെ ചക്രത്തിൽ 20ഓളം ചെറിയ മെഴുകുതിരികളും 4 വലിയ മെഴുകുതിരികളും അദ്ദേഹം സ്ഥാപിച്ചു. ഓരോ ദിവസവും ഒരു ചെറിയ ചുവന്ന മെഴുകുതിരി കത്തിക്കും. ഞായറാഴ്ചകളിൽ വലിയ വെള്ള മെഴുകുതിരിയും. ഇതിലൂടെ കുട്ടികൾക്ക് ക്രിസ്മസ് ദിനങ്ങൾ എണ്ണാനും പ്രാർത്ഥനയിൽ ഏർപ്പെടാനും ഒക്കെ സാധിച്ചു. തുടക്കത്തിൽ വിച്ചേണിന്റെ കണ്ടുപിടുത്തം പ്രാദേശികമായി മാത്രം നിലനിന്നു. കാലക്രമേണ റീത്തിന്റെ രൂപം പരിഷ്കരിക്കപ്പെട്ടു. പിന്നീട് ദിവസേനയുള്ള ചെറിയ മെഴുകുതിരികൾ ഒഴിവാക്കി ക്രിസ്മസിന് മുൻപുള്ള 4 ഞായറാഴ്ചകളെ സൂചിപ്പിക്കുന്ന 4 മെഴുകുതിരികൾ മാത്രമായി റീത്ത് ചുരുങ്ങി. 20-ാം നൂറ്റാണ്ടോടെ കത്തോലിക്ക സഭ ഈ പാരമ്പര്യം സ്വീകരിക്കുകയും 4 മെഴുകുതിരികൾക്ക് വയലറ്റ് അല്ലെങ്കിൽ പർപ്പിൾ, റോസ് അല്ലെങ്കിൽ പിങ്ക് എന്നീ ലിറ്റർജിക്കൽ നിറങ്ങൾ നൽകുകയും ചെയ്തു. ഇതിൽ 1ാമത്തെ ഞായറാഴ്ച പർപ്പിൾ തിരിയാണ് കത്തിക്കുക. പ്രത്യാശയുടെ പ്രതീകമായിട്ടാണ് അത് ഉപയോഗിച്ചിരുന്നത്. 2ാമത്തെ ഞായറാഴ്ചയും പർപ്പിൾ ക്യാൻഡിലാണ് കത്തിക്കുന്നത്. അത് സമാധാനത്തിന്റെ പ്രതീകമായിരുന്നു. 3ാം ഞായറാഴ്ച ഗൗദത്തെ ഞായർ എന്നറിയപ്പെട്ടു. ആ ഞായറാഴ്ച കത്തിക്കുന്ന മെഴുകുതിരി പിങ്ക് കളറിലുള്ള പിങ്ക് ക്യാൻഡിലായിരിക്കും. 4ാമത്തെ ഞായറാഴ്ച എഗൈൻ പർപ്പിൾ ക്യാൻഡിൽ തന്നെ കത്തിക്കും. ഇന്ന് ലോകമെമ്പാടുമുള്ള ലൂതറൻ, കത്തോലിക്ക, മറ്റ് പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങൾക്കിടയിൽ അഡ്വെന്റ് റീത്ത് ക്രിസ്മസ് ഒരുക്കത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. ചുരുക്കത്തിൽ അഡ്വെന്റ് റീത്ത് വിജാതീയരുടെ സൂര്യപ്രതീക്ഷയിൽ നിന്ന് ആരംഭിച്ച് ക്രിസ്ത്യാനികളുടെ നിത്യജീവിതത്തിലേക്കുള്ള പ്രത്യാശയായി പരിണമിക്കുകയും 19ാം നൂറ്റാണ്ടിൽ ഒരു ജർമ്മൻ പാതിരിയുടെ ആവശ്യകതയിൽ നിന്ന് ആധുനിക രൂപം കൊള്ളുകയും ചെയ്ത മനോഹരമായ ഒരു ആചാരമാണ്. ഇതാണ് ക്രിസ്മസ് റീത്തിന്റെ ചരിത്രം. അതെന്താണ്, ക്രിസ്തുമതം എങ്ങനെ അത് സ്വീകരിച്ചു എന്നുള്ളതിൻ്റെ ചെറിയൊരു വിവരണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.